ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ആ സംഭവത്തിന്റെ പേരിൽ ആ യുവതിയെ ഈ രീതിയിൽ ആക്രമിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത് എന്നത് ഓർമ്മിപ്പിക്കുകയായിരുന്നു LC ഉമ്മൻ. പക്ഷേ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ? ആ പെൺകുട്ടി ആരാ ആക്രമിക്കുന്നത്? ചുമ്മാ എന്തെങ്കിലും പഞ്ച് ഡയലോഗിന് വേണ്ടി പറഞ്ഞാൽ മതിയോ? നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ വാക്കിന് ഒരു വിഷമമുണ്ട്. ശുദ്ധമായി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ വാക്കുകൾ കുറഞ്ഞുപോയി. ഒരു മരിച്ചവനെ കുറിച്ച് പറയുമ്പോഴെങ്കിലും കുറച്ച് മര്യാദ കാണിച്ചൂടെ? അതായത് യഥാർത്ഥത്തിൽ ഇയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊരു ഒക്കേഷനില്ല. ഞാൻ കഴിഞ്ഞ 15 മിനിറ്റായിട്ട് ഇതിലുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്നിക്കൽ ടീമിന്റെ പ്രശ്നം കാരണമാണ് കയറാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ശുദ്ധമായ പറയുന്നില്ല. അപ്പം ഇനി പോട്ടെ, ഞാൻ പോസിറ്റീവ് പറയാം. ഒന്ന്, അത്യാവശ്യമായി അടിയന്തരമായി ദീപകിന് സഹായം എത്തിക്കണം. ദീപകിന് ഇപ്പോ മലബാർ ഗോൾഡിലെ ഫൈസലിനോട് പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങൾ സഹായമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്തിക്കും. ഈ പെൺകുട്ടിയെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണം. ആ അറസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അതിന് നീതി ഉണ്ടാവും. ആ പെൺകുട്ടിയോട് പ്രതികാരം ചോദിക്കുകയല്ല, പക്ഷെ നീതി വേണം എന്നുള്ളതാണ് പോയിന്റ്. ആ നീതി അതിശക്തമായി തന്നെ ആ പെൺകുട്ടിക്ക് വേണം. അതിൽ 2 പക്ഷങ്ങളില്ല. ആ പയ്യനെ ഇപ്പോഴും വിക്ടിം ബ്ലെയിം ചെയ്യാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. അത് എത്രമാത്രം മോശമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ വിക്ടിം ബ്ലെയിമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ പയ്യന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊന്നും ആരും പറയണ്ട. ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അത് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. രാഹുൽ, അതിൽ 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. 2 തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വീഡിയോ ആണ്. അതിന്റെ വസ്തുത നമുക്കറിയില്ല. പക്ഷേ ഒരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ? ഞാനൊരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ? നിങ്ങൾ എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറയില്ലേ? ഏത് പെണ്ണ് ഇതുപോലെ മരിച്ചിരുന്നെങ്കിൽ? തീർച്ചയായിട്ടും പെണ്ണ് മരിക്കുന്ന സംഭവം ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് എന്നത് കണ്ടിട്ടല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. രാഹുൽ ഈശ്വർ, നോക്കൂ, ഇവിടെ ഇപ്പോ ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു ജഡ്ജ്മെന്റിൽ എത്താൻ പറ്റില്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് റീച്ച് കൂട്ടാനാണ് ചെയ്തതെങ്കിൽ ആ കുട്ടിക്ക് അതിന് തക്കതായ ശിക്ഷ കിട്ടണമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചർച്ച ഇതുവരെ കാണാത്തതുകൊണ്ടും ഞങ്ങൾക്കൊപ്പം ഇല്ലാത്തതുകൊണ്ടും രാഹുലിന് അത് മനസ്സിലാകാത്തതായിരിക്കും. ഞാൻ പറയുന്നത്, ഇനി മെൻസ് അസോസിയേഷൻ ഇതിന്റെ ആ ലക്ഷ്യം വെച്ച് നടക്കുന്ന നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യഘട്ടത്തിൽ ജോയ് അറക്കലിനോട് ചോദിച്ചു. അതാണ് ആ പ്രാഥമികമായിട്ടുള്ള ചോദ്യം താങ്കളോട് വരാതിരുന്നത്. അതിനപ്പുറം നടക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുത്തും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കില്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം. സൈബർ ആക്രമണം നടക്കുന്നതിനോട് യോജിപ്പില്ല. അതിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതികാരമല്ല നീതി. നീതിയാണ് വേണ്ടത്. നിയമ നടപടികളാണ് വേണ്ടത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കണം. ഒരു സ്ത്രീ മരിക്കുകയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമായിരുന്നല്ലോ. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊന്നും എഴുതി പ്രോത്സാഹിപ്പിക്കണ്ട. ദീപകിന്റെ മരണത്തിൽ ഒരു അനുശോചനം. ഒരു സംഭവം നടന്നാൽ അതിൽ എന്താണ് സംഭവിച്ചതെന്നൊരു ബോധ്യമില്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാവണമോ മുഖ്യമന്ത്രി? എനിക്ക് പോലും നോക്കൂ, ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത വേണ്ടി വരുന്നു. കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് അറിയാവുന്ന ഒരു വ്യക്തി ആ മനുഷ്യനായിരുന്നു, മറ്റൊന്ന് ആ പെൺകുട്ടിയാണ്. ഇവർ 2 പേരും നമ്മളോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറിയില്ല. നമുക്ക് രാഹുൽ, ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ വരെ ജഡ്ജ്മെന്റ് വരട്ടെ, അതിനുശേഷം കുറ്റക്കാരെന്ന് പറയാമെന്ന് പറയുന്ന രാഹുൽ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞാണ് രാഹുൽ ഈ ചർച്ച തുടങ്ങിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇല്ല, ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സവാദിനെ അറിയുമോ രാഹുലിന്? സവാദിനെ അറിയുമോ രാഹുലിന്? സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? അല്ലല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയാമോ? 2023 ഉണ്ടായ സംഭവം ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി, ദിലീപ്, നിവിൻ പോളി, അതൊക്കെ ഇതൊന്നും മനുഷ്യർക്ക് അറിയാത്ത ആളുകളല്ല. രാഹുൽ ഈശ്വറിന് സവാദിനെ അറിയാമോ? 2023 ബസ്സിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച സവാദിനെ അറിയാമോ? നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച സവാദിനെ അറിയാമോ? രാഹുലിന് സവാദിനെ അറിയാമോ ഇല്ലയോ? രാഹുൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചു. എനിക്കൊരു രാഹുലിന്റെ ഒന്നും വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആളല്ല ഞാൻ. അതിനുള്ള ആളല്ല ഞാൻ. അത്രയും ഒന്നും അല്ല ഞാനൊരു പാവം സ്ത്രീയാണ്. രാഹുലിന്റെ വെല്ലുവിളി ഒന്നും ഏറ്റെടുക്കാൻ ഞാൻ ആയിട്ടില്ല.
രാഹുൽ സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? ഒരു മറുപടി കേൾക്കൂ മാഡം. ഉമ്മൻചാണ്ടി അറിയാമോ? ഉമ്മൻചാണ്ടി രാഹുൽ, ഞാൻ രാഹുലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ആളല്ല. അതിനുവേണ്ടിയൊന്നും ഞാനില്ല. എനിക്കത് അറിയാം, ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, രാഹുലിന് സവാദിനെ അറിയാമോ? 2023 ബസ്സിൽ ഒരു പെൺകുട്ടി ആക്രമിച്ച സവാദിനെ അറിയാമോ? ആ പെൺകുട്ടി വീഡിയോ എടുത്തില്ല, ആ പെൺകുട്ടി വീട്ടിൽ പോയി പോസ്റ്റ് ചെയ്തില്ല. ആ പെൺകുട്ടി ആ ബസ്സിലുള്ളവരെ കൊണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? ആ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമത്തിൽ പോയി ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ അളവെടുത്തിട്ട് ഇവൾ ഇത്തരക്കാരിയാണെന്ന് പ്രചരിപ്പിച്ചു, ഇല്ലേ? ഇത്തരക്കാരിയാണ് ഇവൾ, ഇവളെ ഉപദ്രവിച്ചില്ലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. ആ സവാദ് പിന്നെ 2025 എന്ത് ചെയ്തു എന്ന് അറിയുമോ രാഹുലിന്? മാഡം കള്ളം പറയരുത്. സവാദിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടോ? കള്ളം പറയരുത്. രാഹുൽ ഇടപെട്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന ആളുകൾ പോയി മാലയിട്ട് സ്വീകരിച്ചില്ലേ? രാഹുലിന്റെ ആ വിഷയത്തിലെ നിലപാടെന്താ? രാഹുലിന് അപ്പൊ സവാദിനെ അറിയാം. ഞാൻ സവാദിന്റെ വിഷയത്തിൽ ഇടപെട്ടോ? സത്യം പറയൂ. രാഹുൽ ഇടപെട്ടില്ലേ? ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഇടപെട്ടു എന്ന് കാണിച്ചാൽ നാളെ പരസ്യമായി വന്ന് വാപ്പറയാം. ആഹാ, രാഹുൽ ഇടപെട്ടില്ല. സവാദിന്റെ വിഷയത്തിൽ ഇടപെട്ടു എന്ന് എവിടെന്നെങ്കിലും കാണിച്ചാൽ ഞാൻ പരസ്യമായി വന്ന് വാപ്പറയാം. രാഹുൽ ഇടപെട്ടിട്ടില്ല വിഷയത്തിൽ. വെറുതെ പഞ്ച് ഡയലോഗിന് വേണ്ടി കള്ളം പറയരുത്. പഞ്ച് ഡയലോഗോ? എന്ത് പഞ്ച് ഡയലോഗ് ഇതിൽ? എന്ത് പഞ്ച് ഡയലോഗ് ഇതിൽ? രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ എന്ന് ചോദിച്ചിട്ട് രാഹുൽ പറഞ്ഞില്ല. ആ വിഷയം അറിയാമല്ലോ. രാഹുലിന് ആ വിഷയം അറിയാമല്ലോ. ഇനി ഒരു മറുപടി പറയുന്നത് കേൾക്കൂ. രാഹുലിന് ആ വിഷയം അറിയാമല്ലോ. രാഹുൽ ഇനി ഇടപെട്ടിട്ടില്ല എങ്കിൽ രാഹുലിന് ആ വിഷയം അറിയാലോ. മാഡം ശ്രദ്ധിക്കൂ, സവാദിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കൂ. ആ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ച് ഞാൻ ഖേദപ്രകടനം വരെ നടത്തി. ആദ്യവട്ടം മസ്താനിക്ക് വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കാൻ പറ്റും. പറയുന്നത് കേൾക്കൂ മാഡം, പറയുന്നത് കേൾക്കൂ. ഒരുപാടായി മാഡം ചോദ്യം. പറയുന്നത് കേൾക്കൂ. തിരിച്ച് ഉമ്മൻചാണ്ടി, ദിലീപ്, നിവിൻ പോളി, ഉമർ ലുലു, സിദ്ദിഖ്, ഇടവേള ബാബു, വിജയബാബു, എന്നാലേ രാഹുലെ ഇതുപോലെ എണ്ണി പറയാത്ത ഈ കേരളത്തിലെ ഏതാണ്ട് 80% പെണ്ണുങ്ങളുടെയും പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചോ. ബസ്സുകളിൽ ഇതുപോലെ ആക്രമിക്കപ്പെടുന്ന, പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന, പൊതുസമൂഹത്തിൽ ആക്രമിക്കപ്പെടുന്ന, ഇതുപോലെയുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ ആക്രമിക്കപ്പെടുന്ന കേരളത്തിലെ 80% സ്ത്രീകളുടെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. എനിക്കത് എണ്ണി പറയാൻ പറ്റില്ല. താങ്കൾ ഇപ്പൊ വിരലിലെണ്ണാവുന്ന കാര്യങ്ങളല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്. കേരളത്തിലെ 80% വരുന്ന സ്ത്രീകളുടെ പേരങ്ങൾ തന്നേക്കാം. ഇതുപോലെ ആക്രമിക്കപ്പെടുന്നവരെ എന്താ അതുപോലെ പ്രിവിലേജ് ഉണ്ടോ ഇവിടുത്തെ പുരുഷന്മാർക്ക്? നിങ്ങൾ കണക്കെടുത്തോന്നേ. ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് താങ്കൾ തെളിയിക്കുന്ന, താങ്കൾ തെളിയിക്ക്. ജീവിതത്തിൽ ഒരു ദിവസം ഇതുപോലെയുള്ള തോണ്ടലും പിച്ചലും ഏൽക്കാതെ പോയ അത്രയും നന്ന്. ഇതുപോലെ തോണ്ടലും പിച്ചലും ഏൽക്കാതെ പോയ അത്രയും നന്ന്. അങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ. ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്നത്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ തിരിച്ചൊരു കണക്ക് പറയാം. 53% ഇന്ത്യയിലെ പീഡന പരാതികൾ വ്യാജ പീഡന പരാതിയാണ്. കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാണ് പറയുന്നത്, കയ്യിൽ നിന്ന് പറയല്ല. 53%, കൃത്യം പറഞ്ഞാൽ 53%. ഇന്ത്യയിലെ പരാതികൾ വ്യാജ പീഡന പരാതികളാണെന്ന് BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാൽ നമ്മൾ പരസ്പരം ആണും പെണ്ണും പോരടിക്കാനല്ല, നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അത് ഏത് പെൺകുട്ടിക്കും നീതി കിട്ടാൻ വേണ്ടിയാണ്. അതിലൊക്കെ ഒപ്പമാണ് രാഹുൽ. അതിലൊക്കെ ഒരു പ്രശ്നവുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ആയാലും ശിക്ഷിക്കപ്പെടണം. ഗ്രീഷ്മ തെറ്റ് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടില്ലേ? ആരെങ്കിലും ഗ്രീഷ്മയ്ക്ക് പിന്തുണ നൽകിയോ? ഇവിടെ ജോളി തെറ്റ് ചെയ്തു, ജോളിക്ക് ആരെങ്കിലും പിന്തുണ കൊടുത്തോ? സ്ത്രീകളിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ക്രിമിനലുകളായ പുരുഷന്മാരെ ന്യായീകരിക്കാൻ ആ സംഭവങ്ങളും എടുത്തുകൊണ്ട് വരരുത് എന്നുള്ളതേ ഉള്ളൂ രാഹുൽ. അങ്ങനെ എടുത്തുകൊണ്ട് വരരുത്. അത് നിങ്ങളുടെ ലക്ഷ്യത്തെ പോലും ഇല്ലാതാക്കും. KR മീര പിന്തുണ കൊടുത്തു, അതൊരു സത്യമാണ്. KR മീര പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, കൊല്ലുന്നതിനെ ന്യായീകരിച്ചു. രാഹുൽ ഈശ്വർ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പുരുഷാവകാശ പ്രവർത്തനം അങ്ങനെ ചെയ്തിട്ടില്ല. പാവം ആ ഗ്രീഷ്മ അല്ലെങ്കിൽ പാവം ഷാരനെ ഗ്രീഷ്മ കൊന്നപ്പോ ആ കൊല്ലുന്നതിനെ ന്യായീകരിച്ച് ഇനിയും ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും. രാഹുൽ ഈശ്വറിന് ഈ അതിജീവിതമാരെ അധിക്ഷേപിക്കാം, അവരെ ഉപദ്രവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാമെങ്കിൽ ചില സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അവരവരുടെ ന്യായം പറയും. അതിലൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ തന്നെ അത് അതിര് കടക്കുമ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇടപെടും, പിടിച്ച് ജയിലിലിടും. അത്രയേ ഉള്ളൂ. പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. രാഹുലിന് അതിജീവിതന്മാർക്ക് വേണ്ടി അതിജീവിതൻ എന്ന് പറഞ്ഞ് വാദിക്കാമെങ്കിൽ അവർക്ക് അഭിപ്രായവും പറയാം. രാഹുൽ ഈ വിഷയത്തിൽ ഇതിനെ സാമാന്യവൽക്കരിക്കാതെ, ആ പെൺകുട്ടിയുടെ ഭാഗത്തിൽ കുറ്റമുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ശിക്ഷ വേണം. അതിനപ്പുറം ഇതിനെ സാമാന്യവൽക്കരിക്കാതിരിക്കാൻ
അതിന്റെ ലൂപ്പിലൂടെ മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ രാഹുൽ? ആര് സാമാന്യവൽക്കരിക്കുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഡേറ്റ വെച്ചാണ് പറയുന്നത്. 53% വ്യാജ പരാതികളാണ്. ശരി ആ കണക്കിന്റെ കാര്യം, കോടതികളിൽ എത്തുന്ന കേസിന്റെ ഒക്കെ അവസ്ഥ താങ്കൾ തന്നെ വാദിക്കുന്ന കേസിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് 8 മണിയായി രാഹുൽ. താങ്കൾ വളരെ ലേറ്റായാണ് ജോയിൻ ചെയ്തതെന്ന് എനിക്കറിയാം. നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ക്ഷമിക്കുക. ശരി, റീച്ച് കൂട്ടാൻ കുരുതി കൊടുത്തോ ആ യുവാവിനെ എന്നതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.